إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും യഥാവിധി ജീവിതത്തിൽ പകർത്തിയും പാലിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന അടിമകളിൽ പെടുവാൻ പരിശ്രമിക്കണമേ, ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള ആ മഹത്തായ തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ശഅബാൻ മാസം നമ്മളിൽ നിന്ന് ഏകദേശം വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി റമദാനിന്റെ ഓർമ്മകളും റമദാനിന്റെ ഉപദേശങ്ങളുമൊക്കെയായിട്ട് സത്യവിശ്വാസികൾ നിലകൊള്ളേണ്ടതായ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കാരണം വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റമദാനാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വളരെ ആവേശത്തിലായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ റമദാനുകളിൽ പലപ്പോഴും പല കാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ പുലർത്താതെ കഴിഞ്ഞ റമദാൻ നഷ്ടപ്പെട്ട ആളുകൾ ഒരുപക്ഷെ അതിനുശേഷമുള്ള ക്ലാസുകളിലോ ഖുതുബകളിലോ ഒക്കെ വിശ്വാസത്തിന്റെയും ഇഖ്ലാസിന്റെയും തഖ്വയുടെയും എല്ലാം ഗാംഭീര്യം മനസ്സിലാക്കി ഇനിയുള്ള സുവർണാവസരങ്ങൾ കൈമുതലാക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കും ഈ റമദാൻ കടന്നു വരിക എന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗവാതിലുകൾ തുറക്കപ്പെടുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇദാ ജാഅ റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുലികത് അബ്വാബുൻ നാർ വസുഫിദതിശ് ശയാത്തീൻ എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. റമദാൻ വന്നെത്തിയാൽ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും. ഇപ്പോഴേ നമ്മൾ ഈ റമദാനുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പറയുന്നത്
റമദാനിന്റെ ആ സൗരഭ്യം ഇപ്പോഴേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരുങ്ങി റെഡിയാകുമ്പോഴേക്കും പരിശുദ്ധ റമദാനിന്റെ പുണ്യദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. അള്ളാഹു ആ നന്മകൾ നുകരാനുള്ള തൗഫീഖ് നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഉല്ലിഖത്തിൽ അബ്വാബുന്നാർ, വഉല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. വസുഫിദത്തിശ് ശയാത്തീൻ, പിശാചുക്കളെ ബന്ധിക്കപ്പെടുകയും ചെയ്യും. ഒരു സത്യവിശ്വാസി, ഒരു ഒരുങ്ങി നിൽക്കുന്ന തഖ്വയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ 3 കാര്യങ്ങൾ അവന് സവിശേഷമായ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. റമദാൻ വന്നെത്തിയാൽ അത്രയും ഓഫറുകളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ തുലവും കുറഞ്ഞു വരികയും നന്മ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ട് ഒരുങ്ങി വരികയും ചെയ്യുന്ന, പൈശാചികമായ ബോധനത്തെ പിടിച്ചുകെട്ടാൻ മാത്രമുള്ള തഖ്വയിലൂന്നിയ പരിശുദ്ധ ഖുർആനിന്റെ പാരായണവും പരിശുദ്ധ ഖുർആനിന്റെ കേൾവിയും നമസ്കാരങ്ങളുടെ ദൈർഘ്യവും നോമ്പിന്റെ പരിശുദ്ധിയും സകാത്തിന്റെ ആ പ്രവർത്തന ക്രമങ്ങളുമെല്ലാം കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ നന്മ സംഭരിക്കാനുള്ള മാസമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റമദാനിനെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിലെ ഓരോ രാത്രിയും ആകാശത്തു നിന്ന് ഇപ്രകാരം വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. യാ ബാഗിയൽ ഖൈരി ഹലുമ്മ വയാ ബാഗിയൽ ശർരി അഖ്സിർ, അല്ലയോ നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക, അല്ലയോ തിന്മ കൊതിക്കുന്നവരെ നിങ്ങൾ തിന്മകൾ ചുരുക്കുക എന്നാണ് ആകാശലോകത്ത് നിന്നും പറയപ്പെടുക. ഇത്രയും അനുഗ്രഹകരമായ മാസമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ നമ്മളൊക്കെ നല്ല ആഫിയത്തോടു കൂടി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, അടുത്ത മാസം നമ്മൾ ഉംറക്ക് പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അടുത്ത മാസം നമ്മളൊരു വലിയ യാത്ര, വിദേശയാത്രക്ക് ഒരുങ്ങുകയാണെങ്കിൽ ഈ മാസത്തിലെ നമ്മൾ അതിന്റെ സന്തോഷത്തിൽ, അതിന്റെ ഒരുക്കത്തിൽ, അതിന്റെ ശ്രദ്ധയിൽ ഒക്കെയായിരിക്കും ഉണ്ടാവുക. റമദാനിനെ പ്രിയപ്പെട്ടവരെ അതിനേക്കാളും അർത്ഥവത്തായ രൂപത്തിലുള്ള ഒരുക്കവും അതിനേക്കാൾ അർത്ഥവത്തായ തലത്തിലുള്ള ജാഗ്രതയും ആ മാസത്തെ കൈമുതലാക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കിയെടുക്കണമെന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. റമദാൻ ഇതാ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് നാം ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. പ്രധാനമായും നോമ്പ് ഖളാ വീട്ടാനുള്ള ആളുകൾ, നോമ്പ് കടങ്ങളുള്ള പ്രത്യേകിച്ച് സഹോദരിമാർ, ഉമ്മമാർ, അവർ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കുക എന്നതാണ് ഒന്നാമത്തേത്. ഞാൻ മുമ്പത്തെ ഖുതുബയിൽ അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, അല്ലാത്ത ആളുകൾ സുന്നത്ത് നോമ്പുകൾ നിറച്ചുകൊണ്ട് ശഅബാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ധന്യമാക്കുക എന്നതാണ്. അതുപോലെ തന്നെ റമദാന് മുമ്പുള്ള ഏതാനും ദിവസങ്ങൾ ഈ നിലക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ റെഡിയായി കഴിഞ്ഞാൽ പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശങ്കകളോ അല്ലെങ്കിൽ മനപ്രയാസങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായ അവശതകളോ വന്നുകൊണ്ടുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിലേക്ക് വരില്ല എന്നതാണ്. അതിനുള്ള ഒരു ഒരുക്കം തന്നെയാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റമദാനിലല്ലാതെ ഒരു മാസവും പരിപൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശഅബാനിനേക്കാൾ കൂടുതൽ മറ്റൊരു മാസവും നോമ്പനുഷ്ഠിക്കുന്നതും കണ്ടിട്ടില്ല എന്ന്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ മാസത്തിൽ നോമ്പ് എടുക്കാൻ റസൂൽ ഇഷ്ടപ്പെട്ടതിന്റെ കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന മാസം ശഅബാനായിരുന്നു. അയ്യസൂമഹു ശഅബാൻ ثم യസിലുഹു ബിറമളാൻ, എന്നാൽ പിന്നെ അതിനെ റമദാനിലേക്ക് ബന്ധിപ്പിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുക, ശഅബാൻ പകുതി പിന്നിട്ട് കഴിഞ്ഞാൽ നോമ്പെടുക്കുന്ന കാര്യങ്ങളിൽ ചില വിലക്കുകളുണ്ട് എന്ന ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ശഅബാൻ പകുതി കഴിഞ്ഞാൽ നോമ്പ് നോക്കരുത് എന്നല്ല. യഥാർത്ഥത്തിൽ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് നോക്കുന്ന ആളുകൾ, കടം വീട്ടാനായി നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾ, ശഅബാനിൽ പരമാവധി നോമ്പ് നോൽക്കണമെന്ന് തീരുമാനിച്ച് ശഅബാനിന്റെ തുടക്കത്തിലെ നോമ്പ് നോൽക്കുന്ന ആളുകൾ, ഇവർക്കൊന്നും ഇത് ബാധകമല്ല. മറിച്ച് പെട്ടെന്ന് തന്നെ ശഅബാന്റെ അവസാന ഭാഗത്തേക്ക് മാത്രം ഒരു നോമ്പെടുക്കുന്ന ആളുകൾക്ക് അത് ആവശ്യമില്ല എന്ന തരത്തിൽ അബൂദാവൂദ് ഉദ്ധരിക്കുന്ന 2337 ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ തൊട്ടു മുമ്പുള്ള 1-2 ദിവസങ്ങളിൽ എടുക്കരുതെന്നാണ്
എന്നാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. ഷാബാനിൽ നേരത്തെ നോമ്പെടുത്ത് തുടങ്ങിയവർ, അതുപോലെ തിങ്കളും വ്യാഴവും എടുത്തവർ, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതുമായി മുന്നോട്ട് പോകാവുന്നതാണ്. എന്നാൽ കടങ്ങളുള്ള ആളുകൾ റമദാന്റെ മുമ്പ് അത് വീട്ടുക എന്നത് അവർക്ക് ഉത്തരവാദിത്തപ്പെട്ടത്. ഞാൻ ഷാബാൻ തുടങ്ങിയ ആ ആഴ്ചയിലെ ഖുതുബയിൽ തന്നെ ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരണത്തിൽ അത് ശ്രദ്ധിച്ച ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകി അവർ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി റമദാനിന് തൊട്ട് മുമ്പുള്ള 1-2 ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളിൽ ഒരാളും റമദാനിൽ 1-2 ദിവസം മുമ്പ് നോമ്പ് നോറ്റുകൊണ്ട് മുൻകടക്കരുത്. സ്ഥിരമായി നോമ്പെടുക്കുന്നവൻ ഒഴികെ അവൻ ആ ദിവസം നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാപക്കറകൾ കഴുകിക്കളയുക എന്നതാണ് സുപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. റമദാനായിട്ട് നന്നാകാം എന്ന് ചിന്തിക്കുന്നതിന് പകരം റമദാൻ വരുന്നതിന്റെ മുമ്പ് നന്നായിട്ടൊന്നാകാം, ഒരുങ്ങാം എന്നിടത്തേക്കാണ് നമ്മൾ ചിന്തിക്കുക. റമദാൻ 1 മുതൽ ഒക്കെ സെറ്റാക്കി എടുക്കാം എന്ന് വിചാരിക്കരുത്. കാരണം റമദാൻ നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് പോലും സംശയത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ റമദാനിന് വേണ്ടി ഒരുങ്ങിയ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിയ്യത്ത് പ്രധാനമാണ്. അവന്റെ ഒരുക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരുങ്ങുക എന്നത് പ്രധാനമാണ്. കാരണം മാനസികമായ ശുദ്ധി ഏതൊരു പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനമാണ്. വെറുതെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ മൂവ്മെന്റ് അതിനനുസരിച്ച് നമ്മളിങ്ങനെ നിന്നു കൊടുത്തു, അവരൊക്കെ നോറ്റപ്പോൾ നമ്മൾ നോറ്റു, അവിടെ തറാവി കണ്ടപ്പോൾ നമ്മൾ നമസ്കരിച്ചു എന്നിടത്തേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകാതിരിക്കുക എന്നതാണ്. പ്രധാനമായും സ്ത്രീകളെ, സഹോദരിമാരെയൊക്കെ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പുരുഷന്മാരായ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അവരെ തീർച്ചയായിട്ടും ഈ കിച്ചണുകളിൽ തളച്ചിടുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനുള്ള പ്ലാനാണ് നമ്മൾ ചെയ്യേണ്ടത്. മഗ്‌രിബിന്റെ മുമ്പ് അവർ പള്ളികളിലേക്ക് വരട്ടെ. അവരെന്നിട്ട് സ്വതന്ത്രമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അവിടുത്തെ ചെറിയ നോമ്പുതുറയിൽ അവർ പങ്കെടുക്കട്ടെ. എന്നിട്ട് മഗ്‌രിബ് നമസ്കരിച്ച് ഇനി അവിടുന്ന് ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിച്ച്, അല്ലെങ്കിൽ വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ച് അത്തരണത്തിൽ ഏറ്റവും ലഘുവായ രൂപത്തിൽ അടുക്കളയിൽ ഒരുപാട് സമയം കളയുന്ന, യൂട്യൂബുകളിൽ നോക്കി പലഹാരങ്ങൾ ഉണ്ടാക്കി മത്സരിച്ച് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പയറ്റി ആളുകളിൽ നിന്ന് ലൈക്ക് വാങ്ങുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് റമദാൻ പോയാൽ 30 ദിനരാത്രങ്ങൾ കടന്നു പോകുന്നത് ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കാതെ വരും. അള്ളാഹു നമ്മെ അതിൽ നിന്ന് ശ്രദ്ധിക്കാൻ, സൂക്ഷിക്കുവാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. ഇതൊന്നും പാടില്ലെന്നല്ല പറയുന്നത്. പല ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഞാൻ അതാണ്, മറ്റന്നാൾ ഇതാണ് എന്ന് പറഞ്ഞ് കാലം തീർക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. മറ്റൊന്ന്, തൗബ ചെയ്താൽ പാപങ്ങൾ പുറക്കപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്തായിബു മിനദ്ദംബ് കമൻ ലാ ദംബ ലഹു. പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിയവൻ പാപങ്ങളില്ലാത്തവനെ പോലെയാണ്. അതുകൊണ്ട് പാപമോചനം ഇപ്പോഴേ തുടങ്ങി ആത്മാർത്ഥമായ തൗബയിലൂടെ. ഒരുപാട് പാപം ചെയ്തവരാണ് നമ്മൾ. നമുക്ക് മാത്രമേ അറിയുള്ളത്, ഞാൻ ആവർത്തിക്കുകയാണ്, നമുക്ക് മാത്രമേ എന്തൊക്കെ പാപങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും നഫ്സുകൾ ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. നമ്മൾ എന്ത് ഭക്ഷിക്കും, എന്ത് ഭക്ഷിക്കില്ല, എന്തിനോടാ താല്പര്യം, ഏത് കളറാ ഇഷ്ടം, ഇതൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ ഏതൊക്കെ പാപഭംഗിലമായ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് എന്നത് നമ്മൾ ഓർത്തെടുക്കുന്ന വേണം. ഏതൊരു പാപത്തിനും ഒരു ഇസ്തിഗ്ഫാർ കടന്നു ചെല്ലേണ്ടത്, ഏതൊരു അമലിനും റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന ദുആ കടന്നു ചെല്ലുന്നത് പോലെ ഏതൊരു തിന്മയും ഏറ്റെടുത്ത് പറഞ്ഞ് തൗബയിലൂടെ മടങ്ങി ഒരുങ്ങി നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ കമൻ ലാ ദംബ ലഹു പറഞ്ഞത്, പാപങ്ങൾ ഇല്ലാത്തവനെ പോലെയാണ് ഓന് റമദാനിൽ പ്രവേശിക്കപ്പെടുക. പിന്നെ എന്തൊരു സുഖാണ്, പിന്നെ ഒരു ചാൻസ് ഇല്ല തിന്മ ഉണ്ടാക്കാൻ. തൗബ ചെയ്ത് കടന്നു വരുന്ന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണത്. ജാഹിലിയ്യത്തിൽ ജീവിച്ച് തിന്മകളിൽ ജീവിതം മുക്കി മറിച്ച ആളുകൾ അതൊക്കെ നിർത്തി തിരുത്തിയാൽ അള്ളാഹുവിന് അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹ്ക്ക് തൗബ ചെയ്യുന്ന ആളുകളെ, ചെയ്യുന്നവരെ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങൾ വിളക്കി ചേർക്കുക എന്നുള്ളത്. ഈ ചില പോയിന്റുകളൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് ആവർത്തിച്ചു പറയണം.
മുറിഞ്ഞു നിൽക്കുന്ന പല ബന്ധങ്ങളും. റമദാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും ഒന്നും സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥയുണ്ടാകും. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളും വ്യാഴവും നമ്മളുടെ അമലുകൾ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടും, ഒരുത്തൻ്റെതൊഴികെ അവിടുന്ന് സ്വീകരിക്കും. ബാക്കിയെല്ലാം സ്വീകരിക്കും, ഒരുത്തൻ്റെതൊഴികെ. എന്നിട്ട് അതെന്താണെന്ന് അന്വേഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താ പറയപ്പെടുക? അവനും അവന്റെ കൂട്ടുകാരനും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് തീരട്ടെ, എന്നിട്ട് അവന്റെ അമലുകൾ എടുക്കാമെന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൽ കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് സമ്പത്ത് ചെലവഴിക്കാറുണ്ട്. ഈ ബാംഗ്ലൂരിലൊക്കെ സാമ്പത്തികമായി റമദാൻ കൊണ്ട് സാമ്പത്തികമായി സ്വർഗം നേടാൻ ഒരുക്കപ്പെട്ടു നിൽക്കുന്ന, അതിന് തയ്യാറായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാ നിലക്കുമുള്ള ബറകാത്തുകൾ നിറച്ചു നൽകുമാറാവട്ടെ. അവർക്കിനിയും അത്തരം പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഊർജ്ജസ്വലമായി നിൽക്കുവാൻ അവർക്ക് സാമ്പത്തികമായ ഭദ്രത അല്ലാഹു നൽകുമാറാവട്ടെ. അങ്ങനെ എല്ലാ നിലക്കും തയ്യാറായി നിൽക്കുന്ന ആളുകൾ. എന്നാൽ ഇങ്ങനെയൊക്കെ ചെലവാക്കിയിട്ട് നാളെ നമ്മുടെ മീസാനിൽ നമ്മളെ ചെയ്തത് ഇല്ല എന്ന് തോന്നുന്നു. പലപ്പോഴും പലർക്കും പറയാൻ പറ്റും, ഞാൻ ഈ മാസം 5 ലക്ഷം റുപ്യ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, 10-20 ലക്ഷം റുപ്യ ഞാൻ സ്വതക്കക്ക് വേണ്ടിയിട്ട് എല്ലാ കൊല്ലവും ചെലവാക്കുന്നുണ്ട്, ഇതൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റും. ഈ വലിയ പ്രതീക്ഷയിലേക്ക് അയാൾ റബ്ബിന്റെ മുന്നിൽ വരിക. പക്ഷേ അവന്റെ രക്തത്തിൽ പിറന്ന, അല്ലെങ്കിൽ അവന്റെ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് വന്ന, അതല്ലെങ്കിൽ അവന്റെ കുടുംബ ബന്ധത്തിലുള്ള, അതല്ലെങ്കിൽ അവൻ ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്തത്ര ഏറ്റവും നല്ല ഇഴകിച്ചേർന്ന ആദർശബന്ധമുള്ള സുഹൃത്തുമായിട്ട് ഏറ്റവും ചെറിയ പ്രശ്നത്തിൽ, നിങ്ങൾ ആലോചിക്കേ, കുടുംബ ബന്ധങ്ങളൊക്കെ പിളരുന്നത് പണ്ടത്തെ പോലെ വലിയ കേസിലല്ല, ഇപ്പോ ചെറിയ പ്രശ്നത്തിലാണ്. തന്റെ പുതിയാപ്പളയ്ക്ക് കറിയിൽ ഉപ്പിടുന്നതിന്റെ മുമ്പ് ഒരൽപ്പം എടുത്തു വെക്കണമെന്ന് വിചാരിക്കുന്ന ഇത്താത്ത അത് ശ്രദ്ധിക്കാതെയോ മാനിക്കാതെയോ അനിയത്തിയൊന്ന് ഉപ്പിടുമ്പോഴേക്കും ആ ബന്ധം പിളരുകയാണ്. ആ ഇത്താത്തയും കുടുംബവും ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീടോ ഫ്ലാറ്റോ വാടക വീടോ വെച്ച് പോവുകയാണ്. ആലോചിക്ക്, വാപ്പ കാര്യമായിട്ട് ഈ മകൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു തിന്നൊന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ പേരിൽ മാതാപിതാക്കളുടെ കൂടെ ജീവിച്ച മകൾ മാതാപിതാക്കൾ അവളെ ഒറ്റക്കാക്കി ഇറങ്ങിപ്പോവുകയാണ്. ചെറിയ നിസ്സാരമായ കാര്യം, ചെറിയ നിസ്സാരമായ തിന്മകൾ, കോംപ്രമൈസിന് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ ഇവര് വിവാഹമോചനത്തിനാവട്ടെ, കുടുംബ ബന്ധം തകർന്ന വിഷയത്തിലാവട്ടെ, അവർ പറയുന്ന കാരണങ്ങൾ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എവിടെയാണ് നമ്മുടെ ക്ഷമയുള്ളത് എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിൽ ഏറ്റവും നിസ്സാരമായ കാര്യത്തിലാണ് പ്രിയപ്പെട്ട ബഹുമാന്യനായ സഹോദര, നീ നിന്റെ അനുജനുമായി, നീ നിന്റെ ജ്യേഷ്ഠനുമായി, പ്രിയപ്പെട്ട സഹോദരി, നീ നിന്റെ കുടുംബക്കാരിയുമായി അകന്ന ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്നത് ന്യായം പറയാൻ പൈശാചികമായ കൂട്ടുകെട്ടല്ലാതെ ഒരു നല്ല ഒരാളും ന്യായമായി ഉദിക്കാത്ത ഈ പ്രശ്നങ്ങളിൽ ഇനി എന്താ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്താണ് മാനദണ്ഡം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട 2 പുത്രിമാരെ റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും ദീന് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പ്രവാചകൻ മക്കം ഫതഹിനെ അള്ളാന്റെ റസൂലിനെ അക്ഷരാർത്ഥത്തിൽ ആക്രമിച്ച ആളുകൾ തലതാഴ്ത്തി ഏത് നിമിഷവും ഞങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് വിചാരിച്ച് പഞ്ചപുച്ഛമടക്കിയ സമുദായത്തോട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ റസൂലുള്ളാന്റെ ആളുകളാണ് നമ്മൾ. എന്നാൽ ഈ പറഞ്ഞ പോലുള്ള ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ ഏട്ടന്റെ കാർ അനുജൻ കൊണ്ടുപോയി ചെറുതായിട്ടൊന്ന് ഒരഞ്ഞു, അല്ലെങ്കിൽ അനുജന്റെ മകളൊന്ന് മൂത്രമൊഴിച്ചു, അപ്പോഴേക്കും കുടുംബം രണ്ടാവും. അത്തരത്തിൽ പിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ എന്റെ ഖുതുബ കേൾക്കുന്നവരിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ക്ലാസ് എടുത്തത് മഹാനായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എടുത്തു പറയുന്നുണ്ട്. പിൽക്കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ക്ലാസ്സാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുന്നത് റസൂലുള്ളാഹിന്റെ ക്ലാസിനെ പറ്റിയാണ്. ഇവിടെ ഖുതുബ പറയുന്ന ഞാൻ പറയുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ക്ലാസ് റസൂലുള്ളാഹിന്റെ ക്ലാസിനെ പറ്റി പറയുന്ന ക്ലാസിനെ പറ്റിയാണ്. ആലോചിച്ച് നോക്ക്, എന്താ പറയോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെ ദീനിയായ ആയത്തുകൾ പറയുന്ന, ഹദീസുകൾ പറയുന്ന സദസ്സുകളിൽ മലക്കുകൾ ഇങ്ങനെ നമ്മുടെ ഇടത്തും വലത്തുമായി വന്നിരിക്കും. എന്നിട്ട് പറയും, ഈ സഹോദരന് റബ്ബേ നീ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. ആമീൻ പറയും ബാക്കിയുള്ള മലക്കുകൾ. അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്കണേ, ഇവനെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്ന റഹ്മത്തിന്റെ മാലാഖമാർ ഈ 6 നില കെട്ടിടങ്ങളിൽ നിറച്ചും സൊഫുകൾക്കിടയിൽ അവരിങ്ങനെ വിന്യസിച്ചു നിൽക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, നിങ്ങൾക്കിടയിൽ ആരെങ്കിലും തമ്മിൽ വല്ല പ്രശ്നമുള്ള തെറ്റിക്കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ
ഇവർ എഴുന്നേറ്റ് പോകുമെന്നാണ്. ഈ മലക്കുകൾ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നാകണേ എന്ന് റസൂലുള്ള പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞതിനേക്കാൾ അല്പം കടുപ്പത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞിട്ട് പറഞ്ഞു, ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം. അവർ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന നല്ല ആളുകൾക്ക് റഹ്മത്തിന്റെ മാലാഖമാരുടെ ദുആ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകുക എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞതായി ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നു. ഞാനത് പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചൊക്കെ അങ്ങനെയൊക്കെ അത്രയും ഗൗരവത്തിൽ. കാരണം എന്താ, ആ സദസ്സിന്റെ ഭിന്നത പോലും നഷ്ടപ്പെടുന്നു. റമളാനിൽ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞത് പ്രയാസകരമാണ്. ഈ വരുന്ന റമളാൻ അത്യുഷ്ണത്തിലായിരിക്കും മുങ്ങിക്കിടക്കുക. ഒരുപാട് ദൈർഘ്യമേറിയ മണിക്കൂറുകളാണ് പകലിലുണ്ടാവുക. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം അരമണിക്കൂറും 1 മണിക്കൂറും കൂടുമ്പോൾ പാനീയം ഭുജിക്കുന്ന, വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ നിയ്യത്തോടുകൂടി നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പ്രതിഫലം നൽകും. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, സൗലി, നോമ്പ് എനിക്കുള്ളതാണ്, ബാക്കി എല്ലാ ഇബാദത്തും അല്ലാഹുക്കുള്ളതാണ്. പക്ഷെ ബാക്കി എല്ലാ ഇബാദത്തുകളും ജനം വിലയിരുത്തുന്ന ഇബാദത്താണ്. ഒരാളെ പറ്റി അയാൾ നമസ്കരിക്കുന്നവനാണ്, അയാൾ പള്ളിയിൽ വരാറുണ്ട്, അയാൾ നല്ല ധർമ്മിഷ്ഠനാണ് എന്ന് മറ്റൊരാൾ പറയും. പക്ഷേ ഒരാൾ നോമ്പുകാരനാണ്, സഹിച്ചും പിടിച്ചുമാണ് അയാൾ നോമ്പും കൊണ്ടുപോകുന്നത് എന്ന് മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല, നോറ്റ ആൾക്കല്ലാതെ. അല്ലേ, ഒരാൾ ക്ഷീണിച്ചിങ്ങനെ നമ്മൾ പള്ളിയിൽ നമ്മൾ നോമ്പുണ്ടോ എന്ന് ചോദിച്ചു, നോമ്പ് ആയിരിക്കും എന്ന് വിചാരിക്കും. ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല, നല്ലോണം തിന്ന് മുറുകിയിട്ട് വന്നതായിരിക്കും. നോമ്പുണ്ടോ ഇല്ലേ എന്നത് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ എടുക്കുന്ന നോമ്പിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇനി നോമ്പിന്റെയും 30 ദിവസത്തേക്ക് ഒരു കോംപ്രമൈസ് വരണ്ട. നോമ്പെടുക്കുക എന്നുള്ളതല്ല, അയാളെ പറ്റി, ഈ കുടുംബ ബന്ധം പുലർത്താതെ മുറിഞ്ഞു കിടക്കുന്ന ആളുകളെ പറ്റി അവർക്ക് സ്വർഗമില്ലെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് മുറിഞ്ഞ ബന്ധങ്ങൾ വിളക്കിച്ചേർക്കുക. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ബന്ധവിച്ഛേദനം, പ്രത്യേകിച്ച് കുടുംബബന്ധം. ആ കുടുംബബന്ധം മുറിച്ചവനുമായി അള്ളാഹു ബന്ധം മുറിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. വൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതുഹു. ബുഖാരി ഉദ്ധരിക്കുന്ന 5988 വചനത്തിൽ, ഹദീസിൽ പഠിപ്പിക്കുകയാണ്, ആര് നിന്നോട് ബന്ധം ചേർത്തുവോ അവനോട് ഞാനും ബന്ധം ചേർക്കും, ആര് നിന്നോട് ബന്ധം മുറിച്ചുവോ അവനോട് ഞാനും ബന്ധം മുറിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ആലോചിക്കുക, നമ്മളേറ്റൊരു ബന്ധവും പഠിച്ചവനുണ്ടായില്ല. ഇനിയോ സ്വർഗപ്രവേശനത്തിന് കുടുംബ ബന്ധം അനിവാര്യമാണ്. അൻ ജുബൈർ ഇബ്നു മുത്ഇം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം. കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരും, ഉസ്താദ് അറിയിട്ടാണ്, ഓൻ എന്നോട് കാണിച്ചത് എന്താ നിങ്ങൾ അറിയാത്തോണ്ടാണ്. എന്തെന്നായിക്കോട്ടെ, നമ്മളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണമോ, ബന്ധം എന്താക്കണം, സുദൃഢമായിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പോയി കാണേണ്ട ആളുകളെ പോയി കാണും. ഇനി നമ്മുടെ കൈകളിൽ മൊബൈൽ ഫോൺ, വീഡിയോ കോൾ സംവിധാനമുള്ള, അല്ലേ, ആ സംവിധാനങ്ങളുള്ള ഫോണിൽ നിന്ന് ആ ആളുകളെ പെട്ടെന്ന് വിളിച്ച് ബന്ധം മുറിക്കുക. അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം, എന്റെ മുന്നിലിരിക്കുന്ന ആരെങ്കിലുമായിട്ട് തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്നത്തെ ഖുതുബക്ക് ശേഷം ബിസ്മില്ലാ ചൊല്ലി ആ ആളെ വിളിച്ച് അസ്സലാമു അലൈക്കും പറഞ്ഞ് അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബന്ധം പുലർത്തണം. അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയാം. അല്ലാഹു അതനുസരിക്കാനുള്ള തൗഫീക്ക്, ഈമാൻ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ബന്ധത്തിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. മാതാപിതാക്കളുടെ ഖുതുബ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര അലോസരപ്പെടുത്തിയാലും, എത്ര ആവർത്തന വിരസനം നിങ്ങൾക്ക് സംഭവിച്ചാലും എനിക്ക് പറയാതെ വയ്യ. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന ആളുകൾ പോലും 1 2 കൊല്ലം മാതാവിനോ പിതാവിനോ വേണ്ടി അക്കമിട്ട് പ്രയത്നിച്ചാലും 3ാമത്തെ കൊല്ലം എന്താണ് വാപ്പാ നിങ്ങളിങ്ങനെ, എന്താണ് നിങ്ങളിങ്ങനെ നെൽത്താക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എത്ര വാശി എന്നൊരു വാക്ക് പോലും ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അപ്പിയിട്ടിട്ട്
കഴുകിയിട്ട് ഉമ്മ കഴുകി തിരിച്ചു വരുമ്പോഴേക്കും ബെഡ്ഷീറ്റിൽ വീണ്ടുവിടുകയാണ്. ബെഡ്ഷീറ്റിൽ നിന്ന് കഴുകിയിട്ട് വാപ്പാന്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും വാപ്പാന്റെ മേൽ വീണ്ടുവിടുകയാണ്. അങ്ങനെ ഒരുപാട് തവണ മാതാപിതാക്കളെ ഉപദ്രവിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. വിളമ്പിക്കൊടുത്ത ഭക്ഷണപാത്രം അതുപോലെ തന്നെ നിലത്തിട്ട് മോനെ വേറൊരു ഭക്ഷണം ഇല്ലായിരുന്നു, ഇനി അത് മറിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ച് വല്ലതും ഉണ്ടാക്കി വീണ്ടും വരുന്ന ഉമ്മ, ഇന്നുവരെ ഛേ എന്നൊരു വാക്ക് പറയാത്ത ആ ഉമ്മ. വലാ തൻഹർഹുമാ വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഒരു മടുപ്പും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അവർ നമ്മളെ പോറ്റി വളർത്തിയത്, നമ്മൾ അവരെ അവസാന കാലത്ത് 1-2 കൊല്ലം നോക്കുന്നുണ്ടാകും. 1-2 കൊല്ലമല്ല പ്രിയപ്പെട്ടവരെ അവർ നമ്മളെ നോക്കിയത്. നമ്മൾ അവരെ സ്നേഹിച്ചത് നമ്മൾ ജനിച്ചതിന് ശേഷമായിരിക്കും. അവർ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയത് നമ്മൾ ആ ഉദരത്തിൽ ജീവൻ തുടിക്കുന്ന ആ തുടക്കകാലം മുതൽ നമ്മളെ മോനെ തേനെ എന്ന് വിളിച്ച് നമ്മളോടെല്ലാ കാരുണ്യവും കാണിച്ച് ജീവിച്ച ആളുകളാണ് അല്ലേ? ഗർഭിണികളായ ആളുകൾ കളിക്കുന്നത് കണ്ടോന ഭർത്താക്കന്മാരായ നമ്മളെല്ലാം. ഒന്ന് ഇടത്തുഭാഗത്ത് കിടന്ന ആള് ഒന്ന് വലത്തോട്ട് കിടക്കണമെങ്കിൽ നീറ്റിരിക്കണം അല്ലേ? എന്ത് പ്രയാസാണ്, ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ്. ഫാൻ ഇടണമെന്ന് പറയും, പിന്നെ ഫാൻ ഓഫ് ആക്കാൻ പറയും. ഡോർ തുറക്കണമെന്ന് പറയും, പിന്നെ ഡോർ അടക്കാൻ പറയും. അങ്ങനെ എങ്ങനെയൊക്കെയോ അല്ലേ? എന്തു വലിയ ത്യാഗത്തിന്റെ മേലെ ത്യാഗം, വേദനയുടെ മേലെ വേദന. എത്രത്തോളം 20 അസ്ഥികൾ ഒന്നിച്ചു പൊട്ടുന്ന വേദനയാണ് നമ്മുടെ ഉമ്മ നമ്മെ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റെടുത്ത വേദനയെന്ന് വിശുദ്ധന്മാർ വിലയിരുത്തുമ്പോ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ. അവരെന്ത് തന്നെ പ്രയാസപ്പെടുത്തിയാലും ആ മാതാപിതാക്കളുടെ അടുക്കൽ പോയി നമ്മളുടെ ബന്ധം മുറുക്കുക എന്നത് സത്യവിശ്വാസിയാണോ? പള്ളിക്കബറുകളിൽ മരണത്തിന് ശേഷം നാട്ടുകാർ കൂടി കഫൻ തുണയിൽ പൊതിഞ്ഞ് പള്ളിയിൽ നിന്ന് ജനാസ നമസ്കരിച്ച് മുസ്ലിം ഖബർസ്ഥാനിൽ കിടക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ബന്ധം മുറുക്കുക തന്നെ വേണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ ദിനത്തിൽ പോലും പറഞ്ഞില്ലേ? അറഫാ ദിനത്തിൽ ഖബറിൽ കിടക്കുന്ന മുൻപാദികളായ പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുത്തനൊഴികെന്ന് പറഞ്ഞു. അന്നും പാപം കിട്ടില്ല, അന്നും നിങ്ങൾക്ക് മാപ്പില്ലെന്ന് റസൂലുള്ളാഹി. മാതാപിതാക്കൾക്കെതിരെ മോശമായത് കളിച്ചവൻ, മാതാപിതാക്കൾക്കെതിരെ മോശമായത് പ്രവർത്തിച്ചവൻ, മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കേണ്ടതിന് പകരം അവരെ പ്രയാസത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിച്ചവൻ, അവന് നോ കോംപ്രമൈസ്, അവൻ ഒരിക്കലും ഒരു കോംപ്രമൈസും അറഫായുടെ ദിനത്തിൽ പോലും ലഭിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ബാക്കി എല്ലാ പാപികൾക്കും അറഫാ ദിനത്തിൽ ഒരു ഓഫർ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചോളി. ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഉമ്മയുള്ളവർ ഉമ്മാനെ പിടിച്ചോളി, വാപ്പുള്ളവർ വാപ്പനെ പിടിച്ചോളി. മാതാപിതാക്കൾ രണ്ടും നഷ്ടപ്പെട്ടവരെ സുജൂദിൽ കിടന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളി. മാതാപിതാക്കൾ ജീവനുള്ളവരെ നിങ്ങൾ അവർക്ക് വേണ്ടി സമയം നീക്കി വെച്ചോളൂ. എല്ലാ പണിയും കഴിഞ്ഞ് അവസാനം വാപ്പവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം രാവിലത്തെ ഉദയം മുതൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മക്കൾ പോയോ എന്നാവരുത്. വാപ്പന്റെതെന്തായി, ഉമ്മ എന്താക്കുന്നു എന്ന് ചോദിക്കുന്നിടത്തേക്ക് നമ്മൾ തിരിച്ചു വരണം. എങ്കിൽ ഈ പരിശുദ്ധ റമദാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ധന്യമാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി, ഈമാൻ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാനായി നിൽക്കുന്ന നമ്മളെല്ലാവരും അതിനുവേണ്ടി മാനസികമായും ശാരീരികമായും ഒരുങ്ങണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും കോപവും മാതാപിതാക്കളുടെ തൃപ്തിയിലും കോപത്തിലുമാണെന്ന് മക്കളായ യുവാക്കളായ എല്ലാവരും മനസ്സിലാക്കുക. അവർ റാഹത്തോടെ ആണ് നമ്മളുടെ കൂടെ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു നമ്മളുടെ കാര്യത്തിലും വളരെ റാഹത്തിലായിരിക്കും. അവർ ഏതെങ്കിലും ഒരു അതൃപ്തി, വെറുതെ ഒരു വാശിക്ക്, അതുകൊണ്ട് ആ മാതാപിതാക്കളോട് പറഞ്ഞു, മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരു മറയുമില്ലാതെ അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. മാതാപിതാക്കളുടെ ശാപം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം പോക്കാൻ. അതുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്ത് പോയിട്ട് പശ്ചാത്തപിച്ചോളി എല്ലാവരും. മാതാപിതാക്കൾ വെറുതെ ഒന്ന് ആശിച്ചാൽ ആ ആശ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്ന, മാതാപിതാക്കൾ വെറുതെ ഒന്ന് ശപിച്ചാൽ നീ നന്നാവൂലടാന്ന് പറഞ്ഞാൽ നന്നാകുന്ന പ്രശ്നമില്ല പ്രിയപ്പെട്ടവരെ.
അതുകൊണ്ട് അത്തരുണത്തിലായിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റിള റബ്ബി വഫീ റിളൽ വാലിദ് വസഖ്തു റബ്ബി ഫീ സഖത്തിൽ വാലിദ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലും റബ്ബിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. അതുകൊണ്ട് പിണക്കങ്ങൾ അവസാനിപ്പിക്കുക. അവർ മാത്രമല്ല, അയൽപക്കക്കാർ, കൂട്ടുകാർ, സഹപ്രവർത്തകർ, മുമ്പ് നമ്മളെ കൂടെ സജീവമായി പ്രവർത്തിച്ച ആളുകൾ, ഓനിപ്പോ ഇല്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളാരും എന്ന് വിചാരിക്കരുത്. അത്തരത്തിലാണ് ചരിത്രം കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കുറച്ച് സഹാബികൾ വന്നിട്ട് സഫ്വാനെ പറ്റിയിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് കൊണ്ട് പറഞ്ഞു. സഫ്വാൻ എങ്ങനെയാന്നൊക്കെ ആയിഷ ബീവി ചോദിച്ചിട്ടുണ്ടറിയോ, എന്തിനാ ഇങ്ങനെ ആ സഹോദരനെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കുന്നത്? എന്തിനാ ഇങ്ങനെ കുറ്റം കണ്ടെത്തുന്നത്? ഒന്നുമില്ലെങ്കിൽ സഫ്വാൻ ബദറിൽ പങ്കെടുത്ത ആളല്ലേ, വിട്ടുകൊടുത്തോളെന്ന്. സുബ്ഹാനല്ലാഹ്. ആദർശത്തിന്റെ കാര്യത്തിൽ അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ ഒന്നിച്ച് പടപൊരുതിയ തൗഹീദുണ്ടാക്കിയ ആളുകളാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, ഒരാളെയും നമ്മൾ ഒരുക്കാൻ പാടില്ല, ഒരാളുമായിട്ട് അകന്നു നിൽക്കാൻ പാടില്ല. മുസ്ലിമായി ജനിച്ച മൻ സ്വല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല റീഹതന ഫഹുവ മുസ്ലിം എന്ന് റസൂലുള്ളാഹ്. നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്ന, ഞാൻ നമസ്കരിച്ച കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന, ഞാൻ അറുത്തത് ഭക്ഷിക്കുന്ന, അവരൊക്കെ മുസ്ലിങ്ങളാണ്. ഒരാളുമായിട്ട് ഒരു സംഘടനാ വിരോധവും പരസ്പരമുള്ള ബന്ധവിച്ഛേദനത്തിന് കാരണമാക്കരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ഉത്തരവും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ അരച്ചു കൊടുത്താൽ വലിച്ചു കൊടുക്കാൻ മാത്രം ശൗര്യവും ദേഷ്യവുമായി ജീവിച്ച യഹൂദന്റെ പുത്രൻ മരണാശയിൽ കടന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ കയറി ചെന്നത് അതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകൾ പലതവണ വളഞ്ഞ ആളുകൾ അവരുടെ വീടകങ്ങളിലേക്ക് കയറിപ്പോയ റസൂലുള്ളാഹിനെ തൊടാത്തത് അതുകൊണ്ടാണ്. ബന്ധമായിട്ട് പല യുദ്ധങ്ങളും യുദ്ധ നിയമങ്ങൾ കണ്ടില്ലേ, എത്ര പക്വമായിട്ടാണ് അവർ വർത്തിച്ചിരുന്നത് യുദ്ധ നിയമങ്ങളിൽ. അതുകൊണ്ട് ബന്ധം വിട്ട് കളിക്കരുത്. നമ്മൾ എല്ലാവരും നമുക്ക് വേണം. ആരാ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് പറയാൻ കഴിയോ പ്രിയപ്പെട്ടവരെ? കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പോയപ്പോ അധ്യക്ഷൻ എന്നൊരു മനുഷ്യൻ പറയാണ്, ഒരു ദിവസം ഞാനിതാ ഈ പ്രസംഗിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന്. കാരണം എന്താ, നമ്മളറിയില്ലേ, എന്തോ ഒരു വലിയ ദൗത്യത്തിൽ നമ്മൾ ഇടപെട്ടപ്പോ എന്തോ എന്ന് അയാൾക്ക് കിട്ടിയതാണ് ആയിരിക്കാം, അല്ലാഹു ആലം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കും, നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവരായിരിക്കുമോ നമ്മുടെ കൂടെ ഇപ്പോൾ നടക്കുന്നവർ? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരായിരിക്കില്ലേ നമ്മൾ ഇന്ന് ഉപേക്ഷിച്ച് നടന്നവർ? നമ്മളുടെ മാതാപിതാക്കളുടെ ഐശ്വര്യത്തിനും ആഫിയത്തിനും വേണ്ടി പ്രാർത്ഥിച്ചവരും പ്രവർത്തിച്ചവരുമായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഇന്ന് മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ആളുകൾ. എന്തോ ഒരു സംഭവമല്ലട്ടോ ഞാൻ പറയുന്നത്. മനുഷ്യൻ എന്ന നിലക്ക് ഖുതുബ കേൾക്കുന്ന ശ്രോതാക്കളോട് ഖതീബ് എന്ന നിലക്ക് ആത്മാർത്ഥമായിട്ട് പറയാണ്, ഈ ഭൂമുഖത്തൊരാളുമായിട്ടും ബന്ധം വിച്ഛേദിച്ച് കിടക്കുന്ന ഒരവസ്ഥ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകരുത്. ഇലാ യൗമിൽ ഖിയാമ. തിന്മയെ നമുക്കെതിരിടാം, തെറ്റുകളെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, നന്മ കൽപ്പിക്കാം, തിന്മ വിരോധിക്കാം. ചെയ്യുന്ന തിന്മയെ കൈകൊണ്ട് തടുക്കാൻ പറ്റുമോ? കൈകൊണ്ട് തടുക്കാം. നാവ് കൊണ്ട് പറഞ്ഞ് തിരുത്താൻ കഴിയുമോ? നാവ് കൊണ്ട് തിരുത്താം. അതിനും സാധിക്കില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കാൻ പറ്റുമോ? വെറുക്കാം. ആ തിന്മയെ, ആ വ്യക്തിയെയല്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പാക്ക് പോലും അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പാക്ക് ഹിദായത്ത് ഇല്ലാഞ്ഞിട്ടും പ്രവാചകനായിരുന്നു തലക്കും പുറത്തിരുന്നിട്ട് യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂല് ആ തലക്ക് ഭാഗത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ, അവരിരുത്തിയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ബന്ധം നമുക്കുണ്ടാവണം. ഒരാളുമായിട്ടും, ഒരു കസ്റ്റമറായിട്ടും, ഒരു സഹയാത്രികനായിട്ടും, ഒരു സഹപാഠിയായിട്ടും നമ്മൾ തെറ്റി നിൽക്കരുത് എന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നോമ്പിന്റെ ചൈതന്യം കെടുത്തുന്ന, പ്രതിഫലം കിട്ടാത്ത ആളുകൾ അവിടെ ആ ജിജ്ഞാസയോടുകൂടി പരലോകത്ത് നിന്ന് നമ്മുടെ മീസാനിൽ നമ്മുടെ കിതാബുകളെ തുറക്കുമ്പോൾ ചെയ്ത അമലൊന്നും അതിലില്ലാത്ത നിരാശരാകുന്ന, രണ്ട് ലോകവും നഷ്ടപ്പെടുന്ന ആളുകളാകരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നന്മകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. തിരക്കുകളിൽപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. രാവിലെ ആകുന്നു, രാത്രിയാകുന്നു, അല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ പറഞ്ഞിറങ്ങിയ ഞാനിതാ ഒരു രാത്രി ഉറങ്ങിയ പോലെയാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അത്ര വേഗത്തിലാണ് ദിവസങ്ങൾ പോകുമ്പോൾ സൂചികളൊന്നും സ്പീഡിൽ കറങ്ങുന്നൊന്നുമില്ല. നമ്മളുടെ പ്രവർത്തനങ്ങൾ, ആവശ്യങ്ങൾ, നമ്മുടെ നെട്ടോട്ടങ്ങൾ അധികരിക്കുമ്പോൾ കാര്യങ്ങൾ എന്താവുകയാണ്? നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവുകയാണ്.
അതുകൊണ്ട് മിക്ക ജനങ്ങളും അശ്രദ്ധയിലായ ഒരു കാര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് ഒഴിവ് സമയം. നിഅമതാനി മഅബൂദുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ. ഒഴിവ് സമയവും ആരോഗ്യവും, ഈ രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ നമ്മളൊക്കെ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ആ ആരോഗ്യവും ഒഴിവ് സമയവും ഏത് സമയത്ത് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ഫലവത്താക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സമയം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം റമദാനിൽ ചെയ്തു തീർക്കാവുന്ന ഒരുപാട് സൽക്രമങ്ങളുണ്ട്. അത് ഫോണിലും ചാറ്റ് റൂമിലും സിസ്റ്റത്തിന്റെ മുന്നിലുമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആ റമദാനിന്റെ പുണ്യ സമയത്ത് ഇല്ലാതാക്കരുത്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ആഫിയത്ത് കൊണ്ട് ആർക്കെങ്കിലും സമൂഹത്തിനും കുടുംബത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാറിലൊക്കെ പോകുമ്പോൾ വിദേശ രാജ്യത്ത് ഒമാനൊക്കെ പോലുള്ള നാട്ടിൽ പോലിക്കറിയാം, ഈ റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് നമ്മൾ കടക്കാൻ ഉദ്ദേശിച്ച ആളുകളാണെങ്കിൽ അവർ വണ്ടി അവിടെ നിർത്തും. കാരണം എന്താ? ഏറ്റവും വിലപ്പെട്ട സമയം ഈ റോഡ് മുറിച്ച് കടക്കാൻ നിൽക്കുന്ന ആൾക്ക് സ്വതക്കയായിട്ട് കൊടുക്കുകയാണ്. എന്റെ 2 മിനിറ്റ് അയാൾക്ക് സ്വതക്ക. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും കിട്ടാത്തത്. പണമാണെങ്കിൽ തിരിച്ചു പിടിക്കാം, അല്ലേ? ബാക്കിയെല്ലാം തിരിച്ചു പിടിക്കാം. അതുകൊണ്ട് ഈ റോഡിലൂടെ നടക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അധ്വാനിക്കുന്ന ആളുകൾ, ഞാൻ ആവർത്തിച്ചു പറയാം, റമദാനാ വരുന്നത്, അധ്വാനിക്കുന്ന ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് പണിയൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കരുത് നിങ്ങൾ. ചിലപ്പോൾ 2 അറ്റം കൂട്ടിമുട്ടാൻ ഒരു 600-700 രൂപ കിട്ടാനായിരിക്കും അയാൾ വാച്ച്മാന്റെ വേഷത്തിൽ വന്ന് നിൽക്കുന്നുണ്ടാവുക. അയാള് ഈ ഏറ്റവും ചെറിയ ലാഭമുള്ള എന്തെങ്കിലും ഒരു കച്ചവടം ഫുട്പാത്തിൽ ഇരുന്ന് ചെയ്യുന്നത് ചില്ലറ പൈസ കിട്ടാനായിരിക്കും. നിങ്ങൾ ആലോചിക്ക്, നമ്മളൊക്കെ മക്കൾ കാത്തിക്കാണ് ഫീസ് അടക്കാൻ. നമ്മൾ പോയിട്ട് വേണം അവർക്ക് പണം കിട്ടിയിട്ട് ഫീസ് അടക്കാൻ. നമ്മൾ പോയിട്ട് വേണം ഭാര്യയ്ക്ക് അയൽവാസിയോട് തൽക്കാലം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ. നമ്മൾ പോയിട്ട് വേണം അതുപോലെയുള്ള ബാപ്പാന്റെ മരുന്ന് വാങ്ങാൻ, ഉമ്മാന്റെ മരുന്ന് വാങ്ങാൻ. ഇങ്ങനെ എല്ലാം ഓരോരുത്തരും പണിയെടുക്കുന്നത് ഓരോ ടാർഗറ്റിലാണ്. അതൊരു പോർട്ടറായാലും, ഒരു ഓട്ടോ ഡ്രൈവറായാലും, ഒരു തൂത്തുവാരുന്ന പണിക്കാരനായാലും, പ്രിയപ്പെട്ടവരെ, അന്തസ്സോടെ യാചിക്കാതെ ജീവിക്കുന്ന ഈ മനുഷ്യന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ, സഹായിക്കാൻ, അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞ് ഏറ്റവും വലിയ ബൈത്തുൽ മാലിൽ നിന്നുള്ള വലിയ സമാഹരിച്ച തുക ഈ മനുഷ്യർ നൽകിയിട്ട് അയാളുടെ ജീവിതത്തിന്റെ ക്രമം പരിപോഷപ്പെടുത്താൻ നമ്മളുടെ സക്കാത്തിനാവണം. അതിനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മിസ്കീനായ, ഫക്കീറായ ഈ സക്കാത്തിന്റെ സദഖയുടെ ആവശ്യക്കാരനെ നിങ്ങൾക്ക് തിരിച്ചറിയണോ? അയാൾ നല്ല സുസ്മേരവദനായിരിക്കും, അയാൾ നല്ല കുപ്പായമിടും, അയാൾ സന്തോഷത്തിലായിരിക്കും നിങ്ങൾ കാണുമ്പോൾ. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ജീവിതത്തിൽ ആരെ മുന്നിലും കൈനീട്ടിയവനായില്ല. അവന്റെ പ്രയാസങ്ങൾ മൂടിവെച്ച് ജീവിച്ചവനായിരിക്കും. അതുകൊണ്ട് യാചിച്ചു വരുന്നവന് കൊടുക്കുക എന്നുള്ളതല്ല സക്കാത്ത്. യഥാർത്ഥ അർഹനായ ആളുകളെ കണ്ടെത്തിയിട്ട് കൊണ്ടുപോയി കൊടുക്കലാണ് സക്കാത്ത്. കൊണ്ടുപോയിട്ട് അവിടെ എത്തിക്കുക, ആവശ്യങ്ങൾ അറിഞ്ഞെത്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണക്ക് കൂട്ടുമ്പോൾ ഇങ്ങനെ തിട്ടപ്പെടുത്തണം. എണ്ണിക്കൂട്ടുമ്പം ഓർമ്മ വരണം, ഇന്നാള് ആ യാത്രക്കാരൻ, ആ കച്ചവടക്കാരൻ, ആ കടക്കാരൻ, അതല്ലെങ്കിൽ ആ മിസ്കീനായ മനുഷ്യൻ, ആ യതീമായ കുട്ടി, ആ വിധവയായ സ്ത്രീ, എല്ലാരും വീട് പൊളിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ആ ചോർന്നൊലിക്കുന്ന വീടും നോക്കി, ചോർന്നൊലിക്കുന്ന ഭാഗവും നോക്കി കണ്ണുകൾ നനഞ്ഞ് പുതിയാപ്പുഴയുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ കയറിയിട്ട് നന്നാക്കുമായിരുന്നു എന്ന് വെമ്പൽ കൊള്ളുന്ന വിധവയുടെ മുന്നിൽ നിങ്ങളുടെ പൊതിക്കെട്ടെത്തണം. പ്രിയപ്പെട്ടവരെ, യതീമുകളായ മക്കൾ, നമ്മളുടെ മക്കൾ സുഭിക്ഷമായി ജീവിക്കുന്നവരാണ്. ഒരു ആവറേജ് സാലറി, ഒരു ആവറേജ് വരുമാനമുള്ള മാതാപിതാക്കളുടെ മക്കൾ പോലും ഏറ്റവും വലിയ സ്വർഗീയ സുഭിക്ഷതയിൽ അലങ്കരിച്ചർമാദിച്ച് ജീവിക്കുമ്പോൾ ബാപ്പ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു ഹോട്ടലിൽ കയറാൻ ഭാഗ്യം ലഭിക്കാത്ത നിർഭാഗ്യരായ യതീമുകളുണ്ട് പല യതീംഖാനകളിലും. കയറി ചെല്ലണം. അവിടുത്തെ മാനേജ്മെന്റിന്റെ അക്കൗണ്ടിലേക്ക് പണം ചൊരിയുന്നതിന്റെ മുമ്പ് ഈ യതീം കുട്ടികളെ നിങ്ങളൊന്ന് പോയി കാണണം. ആ യതീമുകൾ ജീവിക്കുന്ന വീടുകളിൽ നിങ്ങളുടെ പൊതികളെത്തണം, നിർബന്ധമാണ്. നമ്മളുടെ വീടിന്റെ മഹലിന്റെ ഇടത്തും വലത്തും ഏതെങ്കിലും വിധവയോ, ഏതെങ്കിലും വിധവാ സംവിധാനം നമ്മളുടെ നാട്ടിലേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിധവയും യതീമും സുരക്ഷിതരായിരുന്നു. ആ പണിയായിരുന്നു പ്രവാചകൻ ചെയ്തിരുന്നത്. ഖദീജത്തുൽ കുബ്രയെ 2 ആളുകൾ വിവാഹം കഴിച്ചു. ആദ്യത്തെ ഭർത്താവ് മരിച്ചു, രണ്ടാമത്തെ ആള് അതേപോലെ തന്നെ ഇല്ലാതായി. 2 തവണ വിധവയായ ഖദീജയെയാണ് അല്ലാഹുവിന്റെ റസൂൽ 25-കാരനായ യുവാവ് ആദ്യമായി വിവാഹം കഴിച്ചത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എന്റെ ഖുതുബ ദൈർഘിക്കും. ആലോചിച്ച് നോക്ക്. അങ്ങനെ ഓരോ വിധവകളെയും അമ്പിയാക്കളും അതുപോലെ സഹാബിയങ്ങളും സംരക്ഷിച്ചു. അവർ നിക്കാഹ് ചെയ്ത് ഇങ്ങോട്ടാക്കി.
നമ്മൾ നിക്കാഹ് ഏതായാലും ചെയ്യൂല എന്ന് വിചാരിക്കും. എന്നാൽ അവരെ ഒന്ന് സംരക്ഷിക്കാൻ, അവരുടെ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ സംഘം ചേർന്ന് നിങ്ങൾ നിൽക്ക്. ഒറ്റക്കൊറ്റക്ക് നിന്നിട്ട് ബേജാറാവണ്ട, ആളുകൾക്കിടയിൽ അപമാനിതരാവണ്ട. സംഘം ചേർന്ന് നിന്ന് വിധവകളുള്ള, യത്തീമുകളുള്ള, രോഗാതുരമായ അവസ്ഥയിൽ ഡയാലിസിസ്, ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ ആദ്യ തവണത്തെ മെമോ, ആദ്യ തവണത്തെ നോട്ടീസും ആദ്യ തവണത്തെ റീൽസും നമ്മൾ കണ്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടാകും. പിന്നീട് അതിൽ നിന്ന് വല്ല വരുമാനവും ഉണ്ടാകുന്നുണ്ടോ അവർക്ക്? ഇല്ല. പിന്നീടും അവർ സാമ്പത്തികമായ ആവശ്യക്കാരാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ അള്ളാനെ മുൻനിർത്തിയിട്ട് പറയാണ്, സമ്പന്നരെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുകയുള്ളൂ, അതിന്റെ കൂടെ നിങ്ങളുടെ റബ്ബിനും അറിയാം. അതുകൊണ്ടാണ് അല്ലാഹു സകാത്ത് കൊടുക്കാൻ പറഞ്ഞ പല ആയത്തുകളിലും ഞാൻ നിങ്ങളെ കൃത്യമായി അറിയുന്നവനാണ് എന്ന് ആയത്തുകൾ അവസാനിപ്പിച്ചത് വെറുതെയല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കയ്യിലുള്ളത് മുതൽ കൊടുത്തോളി. അബൂ തൽഹത്തുൽ അൻസാരിയെ പോലെ, മിസ്അബ് ഇബ്നു ഉമൈറിനെ പോലെ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അസ്ഹാബീങ്ങളെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ നമ്മളുടെ തുകകൾ ഒന്ന് ഇടിയട്ടെ, ഒന്ന് ക്ഷീണം വരുന്ന രൂപത്തിൽ ആളുകളെ സഹായിക്കാൻ തയ്യാറാവുക. അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അള്ളാഹു അവർക്കും നമുക്കും അതുപോലെ ഇനിയും ഇടപെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اشف أمراضنا وارحم أمواتنا توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സഹോദരൻ, അദ്ദേഹത്തിന് ശ്വാസം കിട്ടാതെ പൾസ് കുറഞ്ഞ് നല്ല പ്രയാസത്തിലാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ തലപ്പത്തൊക്കെ ഇരുന്നിരുന്ന യുവാവായ ഒരു പണ്ഡിതൻ ഇതേപോലെ സ്ട്രോക്ക് ബാധിച്ച് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗാതുരമായ അവസ്ഥയിൽ എല്ലാവരും ആവശ്യക്കാരാണ്. എല്ലാവരും അറിഞ്ഞവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. ആളുകളുടെ അസാന്നിധ്യത്തിലുള്ള പ്രാർത്ഥനക്ക് അള്ളാഹു അവർക്ക് ഉത്തരം കൊടുക്കുന്നു, പ്രതിഫലം കൊടുക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് ഈ പ്രാർത്ഥിച്ച മനുഷ്യൻ അള്ളാഹു നൽകുന്ന അനുഗ്രഹം ചെറുതല്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും കൂട്ടുകാരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തെ മുഴുവൻ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അവരുടെ നല്ല ആവശ്യങ്ങളൊക്കെ ഏറ്റവും വളരെ വേഗതയിൽ നിറവേറ്റി കൊടുക്കുന്ന മാസമാക്കി ഈ പരിശുദ്ധ റമളാനിനെ മാറ്റുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശിഫ നൽകുമാറാവട്ടെ. തവഫനാ മുസ്ലിമൻ വ അൽഹിഖനാ ബിസ്വാലിഹീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വ ഖിയാമനാ വ സിയാമനാ വ സുജൂദനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്.